ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൽ എങ്ങനെ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് വെച്ചാൽ ഐഫോണിൽ എങ്ങനെ ആക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് iOS ആക്ക്, ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നോർമൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ഡിവൈസിനെ കമ്പയർ ചെയ്യുമ്പം iOS ഹാക്ക് കയറ്റാൻ പറ്റത്തില്ല, അതല്ലെങ്കിൽ ഭയങ്കര പാടാണ്, ജെയിൽ ബ്രേക്ക് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെയാണ് മിക്കവരും ഓർത്തിരിക്കുന്നത്. പക്ഷേ ഈ ആൻഡ്രോയിഡിലെ ആക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് iOS ആക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പോരാത്തതിന് അത് ഈ ആൻഡ്രോയിഡിനേക്കാളും കൂടുതൽ നിൽക്കുകയും ചെയ്യും. പാച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ബാൻ ആവത്തില്ല, അതല്ലാണ്ട് പാച്ച് വന്ന് ഫയൽ വർക്കാവാണ്ട് പോകത്തുള്ളൂ. മിക്ക iOS ഫയൽസും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അത് പറയുന്നതിന് മുമ്പായിട്ട് ചിലർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് ഈ iOS ആക്കിനെ പറ്റിയിട്ട്. ചില ഊമ്പന്മാരുണ്ട്, അവന്മാർ ഷോർട്ട് കട്ട് സ്ക്രിപ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് iOS ആക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് സ്കാം അടിക്കും. വെറും കൊണ്ടാളാണ്. സത്യത്തിൽ ഈ ഷോർട്ട് കട്ടിലും സ്ക്രിപ്റ്റബിളിലൊന്നും iOS ആക്ക് വർക്കാവത്തില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അറിയത്തില്ല. പിന്നെ ചിലരാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് അയക്കാൻ നേരത്തെ ഷോർട്ട് കട്ടിൽ ഈ സാധനം ഈ ഫയലിട്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ റെഡ് ഹെഡ്ഷോട്ട് അടിക്കുന്നത്. അത് ശരിക്കും അവർ ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അത് സ്കില്ലായിരിക്കും. പക്ഷേ ഷോർട്ട് കട്ടിലും സ്ക്രിപ്റ്റുകളും വെച്ചിട്ട് അത് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗെയിം. അതല്ലാണ്ടുള്ള രണ്ട് മെത്തേഡാണ്. ഒന്ന് IP ഇൻസ്റ്റാൾ ചെയ്യുക, അതല്ലെങ്കിൽ ഫയൽസ് ഈ ZArchiver വഴി ആൻഡ്രോയിഡിൽ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഐഫോണിൽ പറ്റും. പക്ഷേ അത് ജെയിൽ ബ്രേക്ക് ചെയ്യണം. അതല്ലാണ്ടുള്ള ഒരു രീതിയുണ്ട്. ലാപ്പിലോ PC-യിലോ നമ്മുടെ ചാർജിങ് കേബിളില്ലേ, അത് കണക്ട് ചെയ്തിട്ട് അതുവഴി നമുക്ക് iOS ആക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ്. അപ്പം അത് അതിനകത്ത് പെർമനൻ്റ് ആയിട്ട് കിടക്കും. പെർമനൻ്റ് എന്ന് വെച്ച് കഴിയുമ്പം അവൻ ഒരു പാച്ച് വന്നിട്ട് ഫയൽ പോകുന്ന വരെ, അതല്ലെങ്കിൽ അടുത്ത് OB വരിക, അതങ്ങനെ കിടക്കും. അതിൽ നിന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിവൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമുക്ക് അവിടെ കിടക്കുന്നുള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ, അത് ഓൺ ആക്കാനോ ഓഫ് ആക്കാനൊന്നും പറ്റത്തില്ല. ഇതല്ലാണ്ടുള്ളത് പറഞ്ഞുകൊണ്ട് അതാണ് IP നിങ്ങൾക്ക് വന്നിട്ട് ഒരു PC യൂസ് ചെയ്ത് സൈഡ് ലോഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു IP ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് IP ഇൻസ്റ്റാൾ ചെയ്യാം. ഈ IP ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുറേ സ്റ്റോറുകളുണ്ട്. അതിൽ ഫ്രീ ആയിട്ടുള്ള കുറച്ചാണ് eSign, സ്കാർലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. eSign, സ്കാർലെറ്റ് എന്ന് പറഞ്ഞ ഡിവൈസ് കൺഫേം 110% ഡിവൈസ് ബ്ലാക്ക് ലിസ്റ്റ് വീഴും. ഡിവൈസ് ബ്ലാക്ക് ലിസ്റ്റ് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി സൈഡ് ലോഡ് ചെയ്യാനും പറ്റില്ല. അതല്ലാണ്ട് നിങ്ങൾ സൈഡ് ലോഡ് ചെയ്ത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് 100% ബാൻ കിട്ടും. എനിക്ക് സ്കാർലെറ്റ് വഴി ഗെയിം ഫ്രീ ഫയറിൻ്റെ ആക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ബാൻ കിട്ടി അനുഭവം ഉള്ളതുകൊണ്ട് പറയാം, കൺഫേം ബാൻ കിട്ടും. അതല്ലാണ്ട് കുറച്ച് പെയ്ഡായിട്ടുള്ള സ്റ്റോർ കാര്യങ്ങളുണ്ട്. ആ സ്റ്റോറിൽ തന്നെ രണ്ട് രീതിയുണ്ട്. ഒരു സ്റ്റോർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസ് ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ആ IP ഫയലിൽ അതിലത്തെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫയൽസിൽ വന്ന് കിടക്കും. ഓൺ മൈ ഐഫോണിൻ്റെ അകത്ത് വന്ന് കിടക്കും. അങ്ങനെ വന്ന് കിടക്കും. നമുക്കൊരു നോർമൽ ഡിവൈസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഇതല്ലാണ്ട് വേറൊരു സ്റ്റോറുണ്ട്. ആ സ്റ്റോർ ഏതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ PM വന്നാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിക്കിലേക്ക് വന്നു കഴിയുമ്പം ഈ രണ്ട് സ്റ്റോർ വഴി, അതല്ലെങ്കിൽ ആ ഒരു ഫയൽസ് ഞാൻ പറഞ്ഞില്ലേ ലാപ്പ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്, ഈ രണ്ട് മെത്തേഡ് മാത്രമേ എന്ന് വെച്ചാൽ വർക്കിംഗ് ആയിട്ടുള്ളൂ. അതല്ലാണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് ജെയിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഫയൽസ് ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് അത് കൺഫേം വേണ്ടിയിട്ടും. കാരണം ജെയിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് കൺഫേം എന്താണെങ്കിലും ബാൻ കിട്ടും. അപ്പം ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.